ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2031. ഇന്ന് ജൂലൈ മാസം 23-ാം തീയതി 204-ാമത്തെ ദിവസത്തിലെത്തി. ജീവിച്ചിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും എന്തിനെക്കുറിച്ചൊക്കെയാണ് എപ്പോഴും മിണ്ടിക്കൊണ്ടിരിക്കുന്നത്? ജീവിച്ചിരിക്കുന്ന നമ്മൾ എന്തിനെക്കുറിച്ചാണ് മിണ്ടുന്നത്? ചോദ്യം ഒന്നും കൂടെ ഒന്ന് ആവർത്തിച്ചതാണ്. വീണ്ടും ഒരു ചോദ്യമുണ്ട്: നമ്മൾ ജീവിച്ചിരിപ്പുണ്ടോ? ശരിയായ വണ്ണമാണോ ജീവിക്കുന്നത്? അതും അന്വേഷിക്കേണ്ട, കണ്ടെത്തേണ്ട, ഉറപ്പുവരുത്തേണ്ട വലിയൊരു ചോദ്യം തന്നെയാണ്. എന്തായാലും ശരിയായ വണ്ണമല്ലേലും ഇപ്പോഴും നമ്മൾ ജീവനുണ്ട്, കാര്യമായി മിണ്ടുന്നുണ്ട്. പലരോട്, പല വിധത്തിൽ, എല്ലാവരോടും, എല്ലാ തരത്തിൽ. വളരെ കുറച്ച് ആളുകൾ അവനവനോടും മിണ്ടുന്നുണ്ട്. എന്തൊക്കെയാണ് എന്ന് കാര്യമായി ശ്രദ്ധിക്കാറുണ്ട്? ഒരു മൗനത്തിൽ നിന്നും ഒരു ധ്യാനത്തിൽ നിന്നുമൊക്കെയാണ് നമ്മൾ മിണ്ടുന്നത്. വളരെ അപൂർവമായിട്ട് അങ്ങനെ മിണ്ടുന്നുണ്ടാവും. എന്നാലും മിക്കപ്പോഴും മിണ്ടുന്നത് അശ്രദ്ധയിൽ നിന്നാണ്, വല്ലാത്തൊരു ഉറക്കത്തിൽ നിന്നാണ്. ഉണർവുമില്ല, ജാഗ്രതയുമില്ല. മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കുവാൻ തുടങ്ങി. യേശു അവനെ അവന്റെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഒരു വചനമുണ്ട് വിശുദ്ധ വേദത്തിൽ, സുവിശേഷത്തിൽ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൽ നൈനിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ച അവസരമാണ്. വല്ലാത്തൊരു ഞെട്ടലുണ്ടാവുന്നുണ്ട്. അത്ഭുതമെന്ന് പറയുന്നില്ല, ശരിക്കും ഞെട്ടലും ഭയവുമാണ്. മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കുവാൻ തുടങ്ങി. എന്തായാലും അത് എന്റെ പോലത്തെ വർത്തമാനം പറച്ചില് ആയിരിക്കത്തില്ല. കാരണം അയാൾക്ക് ജീവന്റെയും ജീവിതത്തിന്റെയും പിന്നീട് മരണത്തിന്റെയും ആഴമറിയാൻ പറ്റിയിട്ടുണ്ട്. അതിന്റെ ശരിയായ അർത്ഥവും വ്യാപ്തിയും അതിന്റെ മൂല്യവും എല്ലാം. അതുകൊണ്ട് അയാള് പിന്നീട് ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി മടങ്ങി വന്നതിന് ശേഷം ആ മകൻ എന്തൊക്കെയാവാം മിണ്ടിട്ടുണ്ടാവുക. അതൊന്നും സുവിശേഷം പറയുന്നില്ല, വെറുതെ ഇങ്ങനെയൊരു ഭാവനയില് അനുമാനിക്കാവുന്നതാണ്. അയാൾ എന്തൊക്കെ മിണ്ടിയിട്ടുണ്ടെങ്കിലും, അതൊരു വാക്കായാലും 1000 വാക്കുകളായാലും, അതിന്റെ പിന്നില് ആവശ്യത്തിലധികം ജാഗ്രതയും ഉണർവും മൗനവും ധ്യാനവും ഉണ്ടായിരുന്നു. നമ്മളാവട്ടെ, ഞാനാവട്ടെ, ഒട്ടും ആഴമില്ലാതെ, ഉണർവില്ലാതെ, ശ്രദ്ധയില്ലാതെ, ഒരുക്കമില്ലാതെ എന്തൊക്കെയോ ആരോടൊക്കെ മിണ്ടുന്നുണ്ട്. ഒന്ന് നേരെയായേ മതിയാവും. നേരെയാവാനായിട്ട് ആഗ്രഹവുമുണ്ട്. യേശുവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. ആമേൻ.